MG യൂണിവേഴ്സിറ്റിയുടെ 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം. MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളിവിടെ ലോഗിൻ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾക്ക് നേരെ ഓപ്ഷനുകൾ ഏതെങ്കിലും കോളേജിൽ വിന്നിങ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ലഭ്യമായ വില്ലിനെസ്സിൽ ഏറ്റവും അഭികാമ്യമായ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷനുള്ള വില്ലിനെസ് ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഏറ്റവും വില്ലിനെസ് ഉള്ള ഏറ്റവും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിയുടെ ഫീസ് ജനറൽ വിഭാഗത്തിന് 1695 രൂപയും മറ്റുള്ളവർക്ക് SC/ST വിഭാഗത്തിന് 50 രൂപയും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കും. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ് കൊണ്ടുപോയി കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ താൽക്കാലിക പ്രവേശനം ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് ഓപ്ഷന് നേരെ നിങ്ങൾക്ക് വില്ലിനെസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് കാണിച്ചിട്ട് 24 മണിക്കൂർ മാത്രമേ സജീവമാവുകയുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ വില്ലിനെസ് പോകുന്നതാണ്. അതോടുകൂടി പിന്നെ അടുത്ത ആളിലേക്ക് ആ ഓപ്ഷൻ പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില്ലിനെസ് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ 10-ാം തീയതി വരെ ആയിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ 9-ാം തീയതി വരെ, 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യ 2 അലോട്ട്മെൻറ്റിൽ കണ്ടതുപോലെ തന്നെയാണ് ഇതിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.